നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഭ്രാന്തനായ ഞാൻ, നീ അടക്കം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? നമ്മുടെ പഴയ ജീവിതത്തിന്റെ സുഖം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കത് തിരിച്ചു കിട്ടണം. നീ എന്നെ സഹായിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണം. ആ സ്വർണം എവിടെയെങ്കിലും വലിച്ചെറിയണോ എനിക്ക്? നിന്റെ പഴയ ഗോപിയേട്ടനെ നിനക്ക് തിരിച്ചു കിട്ടണ്ടേ? എന്ത് ഭ്രാന്താണ് ഏട്ടൻ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. നമ്മളെ തേടി വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല ഹരി, ഞാൻ പറയുന്നത്. ഏട്ടനൊന്നും പറയണ്ട. ഏട്ടൻ കുടുംബത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഭാഗ്യം വെളിപ്പാടായാലും എത്തിയിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിക്കണോ? നീ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത്? എന്റെ ക്ലാസ്മേറ്റ് സണ്ണി അറിയില്ല ഏട്ടന്? ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവൻ. അവന്റെ അപ്പച്ചന് ടൗണിൽ തന്നെ 3 സ്വർണ്ണക്കടയുണ്ട്. അവനോട് പറഞ്ഞാ ചെവിയേറിയാതെ കാര്യം നടക്കുവേട്ടാ. അതേട്ടാ, പണം ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കണമെന്ന് പറയുന്നത് നേരാ. ഏട്ടൻ അനുഭവിച്ചൊക്കെ അതാന്ന് കരുതിയാൽ മതി. ഡോക്ടർ എത്തിയാലുടൻ ഡിസ്ചാർജ് ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് സണ്ണിയെ കാണുക എന്നുള്ളതാ. എന്റെ മേശയ്ക്കുള്ളിൽ ഒരു ബിസ്ക്കറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ പോയി സണ്ണിയുടെ വിവരങ്ങൾ പറയും. ചെല്ല്, തിരിച്ചു വന്നിട്ട് ഡോക്ടറെ കണ്ടാ മതി. എന്റെ വ്യക്തിപരമായ ഒരു കാര്യവും ഞാൻ അപ്പച്ചനോട് പറയാറില്ല. എല്ലാം കെയർ ഓഫ് മമ്മീസ്. സ്വർണ്ണക്കടയിലേക്ക് കാലുകുത്താറ് പോലുമില്ല ഞാൻ. നിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്തു തരാം. പുള്ളി ചാടി വിചാരിക്കില്ല. കാരണം ലാഭം കിട്ടുന്ന ഏത് ബിസിനസിനും കാരണം റെഡിയാ. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യം പറയാലോ അല്ലേ? ഏയ്, അത് ചോദിക്കില്ല. ഹരിക്കറിയാഞ്ഞിട്ടാ. വലിയ ബിസിനസ് മാഗ്നറ്റുകൾ എപ്പോഴും അങ്ങനെയൊക്കെ. റൂട്ട് അവർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇവിടെ ലാഭം 2 കൂട്ടർക്ക് ഒരുപോലെ. യഥാർത്ഥ വില കൊടുക്കേണ്ടി വരില്ല എന്ന ലാഭം അപ്പച്ചനും. പ്രതീക്ഷിക്കാതെ കൈവരുന്ന സൗഭാഗ്യം നിനക്കും. വാ. ഈ കാശ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നീ ഇരിക്കേ, ഞാൻ അപ്പച്ചനെ വിളിക്കാം. നിന്നെക്കൊണ്ട് പറയിക്കും. അയ്യോ കഷ്ടം. എടോ ഇബ്രാഹിമേ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കാത്തത് പാവമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് മതിയാവോളം വെള്ളം കൊടുക്ക. ആ ഇനി കുഞ്ഞു പറ, പെട്ടി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. അയ്യോ, അപ്പൊ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇബ്രാഹിം, സകലകുല വിമല തിലകാംബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര കിളിമകളോട് അതിസരസമതിടുവാൻ ചോദിച്ചനന്തരം മൊഴിയുമഴകിനോടു
ഇത് ചെയ്തത്? എന്റെ മോനെ, അയ്യോ അയ്യോ ദേവി, ഇനിയിപ്പോ അസുഖം കൂട്ടാൻ നിൽക്കണ്ട, വേഗം കൊണ്ടുപോയിക്കോളും. എന്താ ഹരി എങ്ങനെയാ മരിച്ചത്? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എനിക്കറിയണം, കാരണം അവനോട് എത്തിച്ചത് ഞാനാണല്ലോ. ഹരി ഇടപാടൊക്കെ തീർത്ത് അന്ന് രാത്രി ഇവിടെ നിന്ന് പോയി. പിന്നെ അവൻ കെട്ടിത്തുങ്ങി ചത്തെന്നൊക്കെ പറയുന്നത് കേട്ടു. അത്ര നിന്റെ അപ്പച്ചൻ അറിയാവൂ കുഞ്ഞെ? ഓർമ്മ വെച്ച കാലം മുതൽ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാം കണ്ട് വളർന്നതല്ലേ ഞാൻ. അയ്യോ, നീ എന്ത് കണ്ടു എന്നാ കുഞ്ഞെ ഈ പറയുന്നേ? ഹരിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർമാർക്ക് പണം കൊടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതിയാൽ സത്യം പുറത്തു വരില്ലെന്ന് കരുതിയല്ലേ? ഇതിനൊക്കെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാൻ പറ്റും. സണ്ണി, അമ്മച്ചിക്ക് അറിയോ, ഹരിയുടെ മരണത്തോടെ തകർന്നത് ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്. അവനെ ജീവന തുല്യം സ്നേഹിച്ച അമ്മയുടെയും ഏട്ടന്റെയും പെങ്ങന്മാരുടെയും മുഖം മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുഖം മൂടി ഞാൻ അഴിച്ചു മാറ്റും. വേണ്ട, അമ്മച്ചിയുടെ മുമ്പിൽ തോറ്റ അപ്പച്ചന് നാണക്കേടാവും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. ഹരിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. നിർത്തൂ, ഒന്ന് നിർത്താൻ. നിർത്ത്. സർ, ഹരിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയം ഉണ്ടായിട്ടും അധികാരികൾ അനാസ്ഥ കാണിക്കുന്ന ക്രൂരമാണ്. ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് സർ. അത് ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പച്ച കള്ളമാണ് സർ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. ആ തെളിവുകളൊക്കെ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഞാൻ തെളിയിക്കാം സർ. നിങ്ങളിപ്പോ സമാധാനമായി പിരിഞ്ഞു പോകണം. പിന്നെ കേസിന്റെ മുമ്പോട്ടുള്ള പോക്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സഹായവും വേണ്ടിവരും. തീർച്ചയായും സർ. സണ്ണിയിൽ നിന്ന് എല്ലാവിധ സഹകരണവും സാറിന് പ്രതീക്ഷിക്കാം. മതി, വയ്ക്കോ. ദേ, നല്ല കുഞ്ഞുങ്ങളല്ലേ? വയ്ക്കോ. അങ്ങനെ എണ്ണീക്ക്. അയ്യോ പാവം കുഞ്ഞു, പേടിക്കണ്ട. മാത്തച്ഛൻ പാവാ. പിന്നെ നിന്റെ ചേട്ടന്റെ കാര്യം, അത് എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയൊരു കൈപ്പിഴയാ. ദേ, ഇങ്ങോട്ട് നോക്കിയേ. കുഞ്ഞിനൊരു പോറല് പോലും ഞാൻ ഏൽപ്പിക്കില്ല. മാത്രവുമല്ല, കുഞ്ഞിന്റെ ജീവനും ചരിത്രവും ഒക്കെ മാത്തച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ആ
ആ ഇബ്രാഹിം, കുഞ്ഞിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കരുത്. മാ പാവം. ഇവിടെ ഈ തണുപ്പില് എന്തിനാ വെറുതെ? ഗോപിനാഥന് ഭ്രാന്തില്ലെന്ന് എനിക്കറിയാം, എനിക്കും അതില്ല. അല്ല പിന്നെ അർഹതയില്ലാത്ത മുതൽ കൈയടക്കി വെച്ച് ഇനിയും ദുരിതങ്ങൾ വരുത്തി വെക്കണോ? ഗോപിനാഥനെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഈ രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ അനിയൻ നഷ്ടപ്പെട്ടതുപോലെ പാവം വിഷോടല്ലേ.